മല കയറുന്ന ഒരു സ്ഥിരം ശീലമാക്കാറുണ്ടോ? അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു തവണയെങ്കിലും മല കയറാനുണ്ടോ? ഇവിടുത്തെ അയർലൻഡുകാരിൽ ചിലർ എക്സ്ട്രാ ഡീസൻ്റ് ആണ്. അത് ആ കൂട്ടത്തിൽ എൻ്റെ കൂടെയുള്ള ഒരാൾ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളും ആ കൂട്ടത്തിൽ പെടുന്നതാണ്. എക്സ്ട്രാ ഡീസൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുക? ഒരാൾ ഹെൽത്തി ആയിട്ട് ജീവിക്കുക, ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക, ഇല്ലേ, ശരീരത്തിന് ദോഷം വരാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത അധികം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എക്സ്ട്രാ ഡീസൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അയർലൻഡുകാരനെ, ഒരു റഷ്യക്കാരിയെ, ഒരു മൂന്നാല് ഫിലിപ്പീൻസുകാർ, ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരാണ്. ഇവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടൊരു മലകയറ്റം, നമ്മൾ മലയാളികൾക്ക് വലിയ പരിചയമില്ല എങ്കിലും ഇതെങ്ങനെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുന്നു. നമ്മളാണെങ്കിൽ വർഷത്തിലൊരിക്കൽ വ്രതമൊക്കെ എടുത്ത് മലയാറ്റൂര്, ശബരിമല ഇതുപോലെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനെയൊക്കെ പോയിട്ട് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. ശരീരത്തിന് ഒരു എനർജി, മനസ്സിന് ഒരു എനർജി. എന്താ മോളെ? ഓക്കെ ആണോ അവൻ? ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് ഫോളോ അപ്പ് ചെയ്യുന്ന രീതി. അപ്പോൾ അയർലൻഡ് സുപ്രഭാതം വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ മോട്ടോർവേയിൽ കൂടെ നമ്മൾ ഏകദേശം 100-120 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്ത് എത്തി. ഇവിടെ ഈ മണ്ണുകളൊക്കെ എപ്പോഴും ചെളി മണ്ണാണ്. അതാണ് കാരണം. അതുകൊണ്ടൊക്കെ തന്നെ ഇവർ പ്രത്യേകം ഗ്രിപ്പ്, അതായത് നമ്മൾ ഈ തടി ഇട്ടിട്ട് അവിടെ ഈ ചെറിയ കമ്പിവല പോലെയൊക്കെ കെട്ടി ഒരു ഗ്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഏത് സമയവും മഴ പെയ്യാം. നമ്മൾ മലയിൽ ഏകദേശം പകുതി ആയപ്പോഴും തന്നെ നല്ല മഞ്ഞുമഴയും കാറ്റും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് തന്നെ വിചാരിച്ച് നമ്മൾ വളരെ ഒരു പ്രതിസന്ധിയിലേക്ക് പോയി. പക്ഷേ ഭാഗ്യവശാൽ പെട്ടെന്ന് തന്നെ വെയിൽ തെളിഞ്ഞു. നമ്മളൊരു 2 മിനിറ്റ് മഴ പെയ്തിട്ട് പെട്ടെന്ന് വെയിൽ തെളിയുന്ന ഒരു പ്രത്യേകതരം കാലാവസ്ഥയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ശരിക്കും നമുക്ക് ഓഫ് റോഡ് ഡ്രൈവ് ചെയ്ത് കയറാം. പക്ഷേ ആ നടത്തത്തിൻ്റെ ആ ഒരു ഭംഗി, ആ ഒരു പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാനുള്ള കാര്യം കണക്കിലെടുത്ത് അവർ ഈ കാറ് കയറാനുള്ള സ്ഥലം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് അവിടെ നിന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ, മലയിൽ സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മളൊരു റെസ്ക്യൂ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ഉടനെ തന്നെ ആ ഗേറ്റ് തുറന്ന് അത് റെസ്പോണ്ട് ചെയ്ത് ഉടനെ അവർ സ്ഥലത്തെത്തി നമ്മളെ രക്ഷിക്കും. ഇൻ കേസ് ഹെലികോപ്റ്റർ റെസ്ക്യൂ ആണ് ആവശ്യം വേണ്ടി വരുന്നതെങ്കിൽ അങ്ങനെ പോലും അവർ രക്ഷിക്കാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പരൊക്കെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ കഴിഞ്ഞ തവണ ഇതുപോലെ വന്നപ്പോഴത്തേക്ക് ആള് മസിൽ പെയിൻ ഒക്കെ ആയിട്ട് സ്റ്റക്കായിട്ട് അവർ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയുണ്ടായി. 5 മിനിറ്റ് ഒരു റെസ്റ്റ് എടുത്തു. അവിടെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒരു സാൻഡ്വിച്ച്, ഒരു റാപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചപ്പോൾ ഞാൻ ഇവരിൽ നിന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം, അവിടെയെങ്കിലും നമ്മളെ നോക്കാനോ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നും ആരുമില്ല. എന്നാലും ഇവർ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വേസ്റ്റ് ബിന്നും ഇല്ല. സാധാരണ ഇവിടെയൊക്കെ വേസ്റ്റ് ബിൻ ഉണ്ടാവുന്നതാണ്, അതായത് മറ്റ് പൊതുസ്ഥലങ്ങളിലൊക്കെ. ഇത് മലയുടെ സൈഡിലായതുകൊണ്ട് തന്നെ വേസ്റ്റ് ബിൻ ഇല്ല. ഇവർ തന്നെ കൊണ്ടുവന്ന ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഈ വേസ്റ്റൊക്കെ ഇട്ട് ബാഗിനകത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്കും ഈ വേസ്റ്റ് ഒന്നും താഴെ ഇടാൻ തോന്നിയില്ല. ഞാനും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഈ വേസ്റ്റൊക്കെ ഇട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. രണ്ടാമത് ഞാൻ കണ്ട ഒരു കാര്യം, ഇവിടെ മരം വെട്ട് നന്നായിട്ട് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ കള്ളത്തടി വെട്ട് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് വിചാരിക്കുമെങ്കിൽ പോലും ഇത് അറിയാൻ കഴിഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോടുകൂടി തന്നെ മരം വെട്ടുകയാണ്. അവർ ഈ ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച് ഒരു റോഡ് കൂടി എക്സ്ട്രാ ഉണ്ടാക്കാനും ആണെന്നാണ് അറിഞ്ഞത്. ഈ മരങ്ങളൊക്കെ വെട്ടുമ്പോഴത്തേക്ക് ഒത്തിരി പ്രകൃതി ദുരന്തങ്ങൾ, നമ്മുടെ നാട്ടിലെ പോലും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളൊക്കെ ഈ മരം വെട്ടും ഈ മരം മുറിക്കലും ഒക്കെ കൊണ്ടാണെന്ന് നമുക്കറിയാം. നമ്മൾ കുറച്ചുകൂടെ നടന്നപ്പോൾ മനസ്സിലായി, ഈ മരം വെട്ടുന്നു എങ്കിൽ പോലും ഒരു സൈഡിൽ കൂടി ഇവർ ചെറിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അവിടെയൊക്കെ വേലി കെട്ടി ഇവർ തിരിക്കുന്ന ഒരു നല്ലൊരു കാഴ്ച കൂടി ഇവിടുന്ന് കാണാൻ പറ്റും. കുറച്ച് പേരുടെ കൂടെ നടന്ന് റഷ്യക്കാരുടെ കൂടെ അല്പനേരം നടന്നു. അപ്പോൾ അവളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. ആൾക്ക് ശരിക്കും ഒരു 20 വയസ്സ് പ്രായമുള്ള മക്കളുണ്ട്, 2 മക്കളുണ്ട്, ആൺപിള്ളേരാണ്. അപ്പോൾ അവരെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചു എൻ്റെ വിശേഷങ്ങൾ, വീട്ടിലെ ഫാമിലിയൊക്കെ പറ്റി ചോദിച്ചു. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവൾക്ക് ഒരു അത്ഭുതം തോന്നിയ ഒരു കാര്യം പറഞ്ഞു. അതായത്
അവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു മലയാളി ഉണ്ടായിരുന്നു, ഒരു മലയാളി പയ്യൻ, ഒരു 20 വയസ്സോളം പ്രായമുള്ള ഒരു മലയാളി പയ്യൻ അവിടുത്തെ ഒരു ഐറിഷുകാരി പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിട്ട് ഈ പയ്യന് ഈ വർഷങ്ങളോളം, ഈ 2-3 വർഷങ്ങളോളം ഈ സ്നേഹബന്ധം തുടരുന്നുണ്ടെങ്കിലും അവരുടെ വീട്ടുകാരോട്, മലയാളി ഫാമിലിയുടെ വർഷങ്ങളായിട്ട് സെറ്റിലായ ഫാമിലിയാണ്, അവരുടെ വീട്ടുകാരോട് ഇതുവരെ ഈ ബന്ധം പറഞ്ഞിട്ടില്ല. ഈ ബന്ധം എന്തുകൊണ്ട് പറഞ്ഞില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് നിങ്ങളുടെ ലൈഫിൽ ഉള്ള ഓരോ കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്നത്? അപ്പോൾ ആ പയ്യൻ പറഞ്ഞത്, കാരണം ഈ ബന്ധം അറിഞ്ഞാൽ അവരെന്നെയും കൊണ്ട് കേരളത്തിലേക്ക് പോകും, അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ ഇത് പറയാൻ പറ്റുന്നില്ലെന്നാണ്. അപ്പോൾ നമ്മുടെ പേരൻസും നമ്മുടെ മക്കളും ഒക്കെ തമ്മിൽ ഇത്രമാത്രം ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്നൊക്കെയാണ് ആ റഷ്യക്കാരി എന്നോട് അത്ഭുതമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ റഷ്യക്കാരി പറഞ്ഞത്, എനിക്കിങ്ങനെ ഉണ്ടായാൽ ഒന്നുകിൽ ഞാൻ എൻ്റെ മോൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കും, അല്ലെങ്കിൽ എന്നോട് അവന് ഫസ്റ്റ് വീക്ക് തന്നെ ഈ കാര്യം പറയും, അത് നല്ലതാണെങ്കിൽ ഞാൻ അവന് സപ്പോർട്ട് ചെയ്യും, അത് മോശമാണെങ്കിൽ അവനെ തിരുത്താൻ ശ്രമിക്കുകയെങ്കിലും എനിക്ക് ചെയ്യാമല്ലോ. പേരൻസിനോട് കുറച്ചുകൂടെ ഓപ്പൺ ആവുന്ന ഒരു റിലേഷൻഷിപ്പ് നല്ലതല്ലേ? ഞാൻ പറഞ്ഞു, നമ്മൾ എല്ലാവരൊക്കെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാലും മക്കളുമായിട്ടുള്ള ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് അവർക്ക് പുലർത്താൻ പറ്റാത്തതുകൊണ്ടായിരിക്കും പേരൻസിനോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഇപ്പോൾ ഒരു 50 വയസ്സുണ്ടാവും. അവർ ശരിക്കും നമ്മുടെ കൂടെ, അവർക്ക് അവധിയുള്ള ഒരു ദിവസം നമ്മുടെ കൂടെ അവർ ഇതുപോലെ മല കയറാനായിട്ട്, ആളൊരു ഹെൽത്തിയാണ്, ഡെയിലി ഒരു 4 കിലോമീറ്റർ നടക്കുന്ന ആളാണ്, നമ്മുടെ കൂടെ മല കയറാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവരവരുടെ ഫാമിലിയുടെ കൂടെയും സ്പെൻഡ് ചെയ്യും, ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെയും അവർ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ അവിടെ നമ്മുടെയൊക്കെ അമ്മമാർ ഈ പറഞ്ഞ പോലെ 50, 55, 60 ആ ഒരു വയസ്സിലേക്കൊക്കെ അവരാകുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളെ നോക്കി വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് എപ്പോഴും ഉണ്ടാവുക. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവരെ ഒന്ന് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവരെ സെപ്പറേറ്റായിട്ട് ഒരു 6 മാസം കൂടിയിരിക്കുമ്പോഴോ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും അവരെയും കൂടെ ഒന്ന് പുറത്തു കൊണ്ടുപോകാനോ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കാനോ ദൂരസ്ഥലങ്ങളൊക്കെ കാണിക്കാനോ ഒക്കെ നമ്മളിൽ എത്ര പേര് സമയം ചെലവാക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ്. അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ ആഘോഷം, അവർ ജീവിതം ആസ്വദിക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് റഷ്യക്കാരിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ 2 കാര്യങ്ങൾ. നമ്മുടെ ക്യാപ്റ്റൻ ടോണി പറയുന്നത് നമുക്ക് അടുത്ത ഡീവിയേഷൻ എടുക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇച്ചിരി ഹൈറ്റിലോട്ട് കയറി വന്നു, ഇനി നമ്മൾ ഈ ഹൈറ്റിലോട്ട് അങ്ങോട്ട് കയറുകയാണ്. കണ്ടില്ലേ അണ്ണൻ പണിയുന്ന പണി കണ്ടില്ലേ? അതൊരു 1.5 വണ്ടിയാണ്, കണ്ടില്ലേ? മലയിൽ കൂടെ വരെ കയറിപ്പോകുന്ന വണ്ടിയാണത്. He is a best hiker, best organizer. So I am going to start hiking with him from today onwards. നമുക്ക് അവിടുന്ന് ഒരു നല്ലൊരു അരുവി ഒലിച്ചു വരുന്നത് കാണാം. അപ്പുറത്തെ മൗണ്ടനിൽ നിന്ന് വളരെ ബ്യൂട്ടിഫുൾ സീനറിയാണ്. മേളിൽ കോടമഞ്ഞും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ. Can you say hi to our viewers? Hello. This is Freddy. He's my colleague. Enki, hi. Please come ahead. Oh, it's raining again. ഇവിടെ ഒരു ഡ്രൈവർ തന്നെ ഈ ഫുള്ള് കാര്യങ്ങൾ മാനേജ് ചെയ്യുകയാണ്. നോക്കിയേ, പിന്നെ ആ തടി എടുക്കുന്നു. ചില ഹാങ്ങിൽ 2 തടി ഉണ്ടാവും, ചിലതിൽ ഹെവി ആണെന്നുണ്ടെങ്കിൽ 1 തടിയേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഒരാൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു, ഇവർ മരങ്ങൾ കുറേ വെട്ടുന്നുണ്ട്. അവരുടെ ഗവൺമെൻറ് അംഗീകൃതമായിട്ടാണ് മരങ്ങൾ വെട്ടുന്നത്. പക്ഷേ ന്യൂ റൂട്ട്, ഓക്കെ, ചലഞ്ചിങ് റൂട്ട്. ഇവിടെ ഇങ്ങനൊരു വഴി, ഇവിടെ ഈ വഴി ക്ലോസ് ആണ്. അപ്പോൾ നമ്മൾ വേറെ റൂട്ട് പിടിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവർ കുറേ മരങ്ങൾ ഇവിടെ വെട്ടുന്നുണ്ട്. പക്ഷെ എനിക്കത് തോന്നി, ഈ മരങ്ങൾ വെട്ടുന്നുണ്ടല്ലോ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ, പക്ഷെ വെച്ച് പിടിപ്പിക്കുന്നുണ്ടോ? അത് വെച്ച് പിടിപ്പിക്കേണ്ടതല്ല, ഇവർ സാധാരണ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണല്ലോ എന്ന് തോന്നി. ഇപ്പം ആ മരങ്ങൾ വെട്ടിയെടുത്തെല്ലാം ചെറിയ ചെറിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ക്യാമറയിൽ കാണാൻ പറ്റുമോയെന്നറിയില്ല. എന്നിട്ട് അവിടേക്ക്, ആ വഴിയിലേക്ക് ആർക്കും പ്രവേശനമില്ലാതെ വേലി കെട്ടി തിരിച്ചിട്ടുമുണ്ട്. 9 hours up and down if you go through that way, no? Okay.
അപ്പോൾ ഇവർ പറയുന്നത് നമ്മൾ അവിടെ ഒരു നല്ലൊരു ഗ്രീനറി ആയിട്ടുള്ള ഏരിയ ഉണ്ട്, അവിടെ കൂടെ ആൾക്കാർ കുറേ നാളായിട്ട് നടക്കുന്നില്ല. കാരണം ഇപ്പോൾ ഈ മഞ്ഞും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര സ്കിപ്പിയാണ്. ഒരു 9 മണിക്കൂറെങ്കിലും എടുക്കും അതുവഴി നടന്നു കയറാനാണെന്നാണ് ഞാൻ ശരിക്കും എക്സ്പെക്ട് ചെയ്ത് അതുവഴി നടക്കേണ്ടി വരുമെന്നാണ്. പക്ഷേ ഇതിപ്പോൾ ഭയങ്കര റിസ്കിയാണ്, അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ വഴി കൂടെ തന്നെ അങ്ങ് നടക്കുകയാണ്. എനിത്തിങ് സീ, ഓ incredible. Yeah, he's making new road. I കാണാം a beautiful mountain over there. Let's go. ഇവിടുത്തെ വേറൊരു കാര്യം, ഇവിടുത്തെ ഈ ഫോറസ്റ്റിലൊന്നും വന്യമൃഗങ്ങളോ പാമ്പുകളോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഇവർ പറയുന്നു ഇവിടെയൊക്കെ ഒരു ടെൻ്റ് അടിച്ച് നൈറ്റിലൊക്കെ എപ്പോഴും ആളുകൾ സ്റ്റേ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ലോങ് വേ ടു ഗോ. പുഴകളെ സാദരം മോദമായി പാടുവിൻ, മലകളെ നാഥനിൻ മഹിമയെ കീർത്തിപ്പിൻ, യഹോവയിൻ സ്തുതികളെ മഹിമയം പുകഴ്ത്തുവിൻ. സാന്ത്വനം മധുരം സുഖകരം, സാന്ത്വനം മധുരം സുഖകരം. പിന്നെ ഫിലിപ്പീൻസുകാരാണ് അവർ. നമ്മൾ ഈ ഫിലിപ്പീൻസുകാർ, നമ്മൾ മലയാളികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേഴ്സുമാരായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആളുകളുമായിട്ടുള്ളവരും ഒക്കെ ഈ ഫിലിപ്പീൻസുകാരാണ്. ഈ ഫിലിപ്പീൻസുകാർ ശരിക്കും നമ്മൾ മലയാളികളെക്കാൾ കൂടുതൽ ഇവിടുത്തെ കൾച്ചറൊക്കെ ആയിട്ട് പൊരുത്തപ്പെടുകയും ഇവിടെ ഓരോ പാർട്ടീസും അങ്ങനെയൊക്കെ ഉണ്ടാകും, അവരതിനകത്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക തന്നെ. പക്ഷേ അത് പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ മലയാളീസൊക്കെ സ്മാർട്ടാണ്, പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിലെ ചില സൂപ്പർവൈസർമാരുടെ, നമ്മുടെ നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെയൊക്കെ അടുത്ത് പിന്നെ അല്ല അവരുടെ കീഴിൽ വർക്ക് ചെയ്ത് അല്പം പേടിയോടെ പെരുമാറുന്ന ഒരു അമിത പേടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ ഒരു ഇതായിട്ട് വയ്ക്കും. നമ്മളിവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ സ്മാർട്ടാവേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ മലയാത്രയൊക്കെ കഴിഞ്ഞു, താഴെ വന്നു ഇറങ്ങി. നമ്മൾ പിന്നെ ഒരു ഹോട്ടലിൽ, അതായത് നമ്മൾ പറഞ്ഞു പാർക്ക് ചെയ്ത ഹോട്ടലിൽ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റീസ് ഓഫ് ഐറിഷ് ഫുഡ്. അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ശബരിമല, കുരിശുമല ഒക്കെ കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി, അതൊരു പുണ്യസ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ മലയാളികളും ഇതുപോലെയുള്ള യാത്രകൾ പോകാൻ, പ്രത്യേകിച്ച് മല കയറാനുള്ള ചാൻസസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്തിന് ഈ വർഷത്തിൽ ഒരിക്കലും ഈ മല കയറണം? ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഒരു 5 വർഷം മുമ്പ്, 5 വർഷമല്ല ഒരു 10 വർഷത്തോളം മുമ്പ് ഞങ്ങൾ ആക്ച്വലി മലയാറ്റൂർ മല കയറുകയുണ്ടായി. സീസൺ സമയമല്ല, പക്ഷേ ആ സമയത്ത് മഴയുണ്ടായിരുന്നു, മഞ്ഞുണ്ടായിരുന്നു. ആ തിരക്കില്ലാത്ത സമയത്ത് നമ്മൾ പോയപ്പോഴത്തേക്ക് ആ സീനറിയൊക്കെ ഒന്നുകൂടെ ആസ്വദിച്ച്, പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം, ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു നമുക്ക് അന്നേരവും ഉണ്ടായത്. അപ്പോൾ നിങ്ങളും ശരിക്കും ഈ സീസണൽ ടൈമിൽ മാത്രം മല കയറാതെ ഒരു വർഷത്തിൽ ഒരു 2-3 തവണയെങ്കിലും ആ മല കയറാൻ പറ്റുന്ന അവസരങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അനുഭവവും കൂടുതൽ ഒരു സന്തോഷവും ഉണ്ടാകും എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. വീണ്ടും പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഐറിഷ് ടുഡേയിൽ നിങ്ങളുടെ ഒരു തംസപ്പ് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. ജസ്റ്റ് ഒരു തംസപ്പ് ഇട്ടേക്കാം. നിങ്ങൾ പ്രത്യേകിച്ച് കമൻ്റ് ഒന്നും ഇടാൻ പറ്റിയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രം ഐറിഷ് ടുഡേ.